അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ മരണമടഞ്ഞ മലയാളിയായ രഞ്ജിത ജി നായരെക്കുറിച്ച് അപകീർത്തിപരമായ പോസ്റ്റ് ഇട്ടതിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. വളരെ കാലം കൊണ്ട് റവന്യൂ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടായ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജനാണ് ഈ കാര്യം അറിയിച്ചത്. ഹീനമായ നടപടിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് മന്ത്രി അഭിപ്രായപ്പെടുന്നത്. ഇയാളുടെ പോസ്റ്റ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അടിയന്തിരമായി തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ രഞ്ജിത ജി നായരെ കുറിച്ച് നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമർശനത്തിന് ഇട നൽകിയിരുന്നു. എല്ലാ മലയാളികളും രഞ്ജിത ജി നായരുടെ അകാല നിര്യാണത്തിൽ അനുശോചിക്കുമ്പോഴും കണ്ണീർ വാർക്കുമ്പോഴുമൊക്കെ തന്നെ ഇത്രയും നികൃഷ്ടമായ ഭാഷയിലാണ് ഇയാൾ മലയാളി നേഴ്സുമാരെ ആകെ തന്നെ കളിയാക്കുന്ന രീതിയിലും വളരെ അശ്ലീലമായ ഭാഷയിലുമാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇയാൾക്കെതിരെ ഉയരുന്നത്. ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് വിവിധ സംഘടനകളും വ്യക്തികളുമെല്ലാം തന്നെ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തിരമായി ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മരണമടഞ്ഞ രഞ്ജിതയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അവരുടെ മൃതദേഹം എത്തിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ നടപടികളും അടിയന്തിരമായി സ്വീകരിക്കും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന് പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ആൾക്കാർ പുച്ഛത്തോടെയും ചീത്തവിളികളുമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇരകളായി പോകുന്ന മനുഷ്യരെ കുറിച്ച് പോലും മ്ലേച്ഛമായ ഭാഷയിൽ ഇത്തരത്തിൽ കമന്റ് ഇടുന്ന രീതി നമ്മുടെ നാട്ടിലും ഇപ്പോൾ വ്യാപകമാണ്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഇവരുടെ പേരിൽ കേസ് എടുക്കണമെന്നും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഏതായാലും പവിത്രൻ എന്ന ഈ ഒരു ഉദ്യോഗസ്ഥനെ അയാൾ ഇട്ട പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത നടപടിയെ എല്ലാവരും ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇയാൾ ഏതെങ്കിലും യൂണിയൻ ഭാരവാഹിയോ മറ്റോ ആണെങ്കിൽ വലിയ താമസമില്ലാതെ സർവീസിലേക്ക് തിരിച്ചെടുക്കാനുള്ള സാധ്യത പലരും സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും നിലവിൽ അയാളെ സസ്പെൻഡ് ചെയ്ത നടപടി ഏറ്റവും ഉചിതമായി എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ വ്യക്തമാക്കുന്നത്.